മക്കത്തും മദീനത്തും പോകാൻ എല്ലാവർക്കും ആഗ്രഹമാണ് അല്ലേ? ഉംറയ്ക്ക് പോകാത്തവർ കൈവന്തിച്ചാണ് ഞാൻ പറയുന്നില്ല. നമ്മൾ ഉംറയ്ക്ക് പോകാൻ പൂതിയുള്ളവരൊക്കെ ഒന്ന് കൈവന്തിച്ചാണ്. മദീനത്ത് പോകാൻ പൂതിയുള്ളവർ പെണ്ണുങ്ങളൊക്കെ കൈവന്തിച്ചിരിക്കണം. അൽഹംദുലില്ലാഹ്. ചില പെണ്ണുങ്ങൾ 2 കൈയും വന്തിച്ചിരിക്കണം. അള്ളാഹു ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും പൂതിയുണ്ട്. എന്നാൽ എൻ്റെ അടുത്തൊരു മരുന്നുണ്ട് മദീനത്തെത്താൻ. നിങ്ങൾക്ക് വേണോ വേണ്ടേ? ആണോ? വെറുതെ കൊടുക്കൂല, ചെറിയ പൈസ വേണം. മരുന്ന് വെറുതെ കിട്ടുമോ? എന്താ വേണ്ടി? നമ്മൾ വെറുതെ കൊടുക്കണോ അതോ എന്താ വേണ്ടി? എന്താ മൂപ്പര് പറയട്ടെ. നമ്മളിപ്പോൾ എന്താ പേർക്ക് വെറുതെ കൊടുക്കണോ അതോ? നമ്മൾ വയസ്സുള്ള ആൾക്കാർ ഒരു കാരണന്മാർ ഒരു പറഞ്ഞത് കേൾക്കുക. ഇവരോടൊക്കെ നമ്മൾ വാങ്ങിയതാണെന്നാണ് മൂപ്പര് പറയണത്. അപ്പം ആ ഭാഗ്യക്കാണ് വരവ് വെക്കുക. അപ്പം അള്ളാഹു ഖൈർ തരട്ടെ. ഒന്നിൻ്റെ ഒപ്പം നിന്നോളി. മദീനത്തേക്ക് പോകാൻ പൂതിയുള്ള ആൾക്കാർ മനസ്സറിഞ്ഞിട്ട് നമ്മൾ ചെല്ലണം. പടച്ചോനെ ഒന്ന് മദീനത്ത് പോകണമല്ലോ റബ്ബേ, ചെല്ലല്ലേ നമ്മൾ? റബ്ബി വറസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ദിർ റൂഹി വൽ ഖറജി സ്വല്ലി. ഉമ്മയും ബാപ്പയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ പറയാം കുട്ടികളോട്, മക്കളെ നമുക്ക് ഒരുമിച്ചൊന്ന് മദീനത്ത് പോകണം, മുത്തുനബിൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് പുറപ്പെടണം. അതിന് മുത്തുനബിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു വരി മൗലിദിലുണ്ട്, നമുക്ക് ചെല്ലല്ലേ എന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ ഇരുന്നിട്ട് ചെല്ലി റബ്ബി വറസുഖ്നാ. എന്താണ് ആ വരി പറഞ്ഞത്? റബ്ബി വറസുഖ്നാ സിയാറത്തഹു. പടച്ചോനെ ഞങ്ങൾക്കൊന്ന് മദീനത്ത് പോകണം, ഒന്ന് ഇന്നെ മദീനത്ത് എത്തിക്കണം റബ്ബേ. എപ്പോ? ഖബ്ല ഖബ്ദിർ റൂഹി വൽ ഖറജി. മരിച്ചിട്ട് 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞു കെട്ടി ആരെങ്കിലുമൊക്കെ എന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് മുത്തുനബിൻ്റെ അടുത്തേക്കൊന്ന് പോണല്ലോ, ഭാഗ്യം തരണേ യാ റബ്ബ്. നമ്മളവിടെ ഉണ്ട് ഒരു പെണ്ണ്, വയസ്സായ ആളെ കദിയാത്താന്ന് അതിന് പറയാം. ഖദീജ എന്നുള്ളതിനാണ് കദിയ എന്ന് പറയുന്നത്. അതിന് 2 ആടുകൾ മാത്രമാണ് സമ്പത്ത്. ഇൻ്റെ വയല് കേട്ടിട്ട് കദിയാത്ത എന്ത് ചെയ്തു? റബ്ബി വറസുഖ്ന ചെല്ലാൻ തുടങ്ങി. എങ്ങനെ ചെല്ലണം? റബ്ബി വറസുഖ്ന ചെല്ലുമ്പോൾ സലാത്തോട് കൂടെ ചെല്ലണം. ഓരോ വരിക്കും അല്ലാഹു റബ്ബി. കഴിഞ്ഞ കൊല്ലം കദിയാത്താക്കാണ് നറുക്കെടുപ്പിൽ ഏത് കിട്ടിയത്? നമ്മുടെ നാട്ടിലേക്ക് സ്വലാത്തിൻ്റെ മജ്‌ലിസിൽ കൊല്ലത്തിലൊരു നറുക്കെടുപ്പുണ്ട് റബ്ബിയുൽ അവ്വൽ, കൂടുതൽ സലാത്തിലേക്ക്. അപ്പോൾ അതിന് നറുക്കാർക്ക് കിട്ടി? പാവം റബ്ബി വറസുഖ്ന ചെല്ലിയിട്ട് അമ്മ പോയി വന്നു. അതിൽ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു, ഉസ്താദെ ഞാൻ ഇവിടെ ഒരു അറബി വീട്ടിൽ ചെറിയ ശമ്പളത്തിന് ജോലിക്ക് നിൽക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ ഉംറക്ക് പോകാം, മദീനത്ത് പോകാം, എനിക്ക് വലിയ ആഗ്രഹമാണ്, ഞാൻ സാധിക്കാതെ നിന്നു. പക്ഷെ നിങ്ങളെ വയലിലുണ്ട് മദീനത്ത് പോകാനുള്ള മരുന്ന് എന്ന് പറഞ്ഞാണ് നിങ്ങൾ കൊടുക്കണേ. അപ്പം ഞാൻ ഇപ്പോൾ ഒരു 7 മാസമായി 5 വക്കത്തിനും ഞാൻ ഇങ്ങനെ ചെല്ലും റബ്ബി വറസുഖ്നാ സിയാറതഹു. ഇപ്പം എൻ്റെ അറബി എന്നെ വിളിച്ചു കണ്ടടാ എനിക്ക് ഉംറക്ക് പോകണോ ചോദിച്ചു. എനിക്ക് ഉംറക്ക് പോകാനുള്ള പൈസ ആര് തന്നു? അറബി തന്നെ. അപ്പം ഞാൻ ഇങ്ങനെ ഉംറക്കുള്ള ഒരുക്കൊക്കെ നടത്തിയപ്പോൾ അറബിൻ്റെ മകൻ ചോദിച്ചു, നീ എവിടെ പോകാൻ ഒരുങ്ങണ മാതിരി ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു ഞാൻ ഉംറക്ക് പോകാണ്. അപ്പോൾ ഒരു ഉംറക്കുള്ള പൈസ ആരും തന്നു? മകനും തന്നു. അപ്പോൾ ഓനിക്കും ഉംറ, ഭാര്യക്കും ഉംറ, 2 ആളും ഉംറക്ക് പോകാം. ഞാൻ ഇതിങ്ങളോട് തമാശ പറയല്ല. റബ്ബി വറസുഖ്ന ചൊല്ലിയിട്ട് കഴിവില്ലാത്ത ഭാര്യയും പോകാം ഉംറക്ക്, ആരും പോകാം, ഭർത്താവും പോകാം. നമ്മളെ ദീനിൻ്റെ വിഷയങ്ങൾ ഓരോന്നും അത് പരിഹാരമാണ്. വിഷയങ്ങൾ ഓരോന്നും പരിഹാരം. പക്ഷെ നമ്മൾ തന്നെ ഇതിനൊക്കെ ചെറുതായി കാണുകയാണ്. ആദർശം എന്ന് പറയുന്നത് വലിയ വലിയ സംഗതിയൊക്കെ നമുക്ക് പിന്നെയും പറയാം. ആദർശം എന്ന് പറയുന്നത് നമ്മളെ നിത്യജീവിതത്തിൽ നിന്ന് കുട്ടികൾക്ക് കാണാനും പഠിക്കാനും അനുഭവിക്കാനും ഉണ്ടാകണം. അത് അല്ലാഹു തആല അത്ഭുതകരമായി വെച്ചത് അങ്ങനെ തന്നെ നടക്കണം. നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഇത് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളെ ഒപ്പം ഇരുത്തിയിട്ട് മദീനത്തേക്ക് പോകാനുള്ള വരി മൗലൂദിൽ, രോഗം മാറാനുള്ള വരി മൗലിദിൽ. അല്ലാഹു റബ്ബി. താങ്ങാനാകാത്ത വിഷമമുണ്ടോ? നമ്മളെ മനസ്സിന് താങ്ങാൻ കഴിയണില്ല അപ്പുറമുള്ള ബുദ്ധിമുട്ട് കുടുങ്ങിക്കണോ? കൊടുക്കില്ലെങ്കിൽ പിന്നെ അവിടെ നിന്നോട്ടെ, അള്ളാഹു കൊടുക്കാതെക്കട്ടെ. അങ്ങനെ ഒരു കുടുക്ക് വരികയാണെങ്കിൽ അതിൽ നിന്ന് കഴിച്ചിലാകാനുള്ള വരി മങ്കൂസ് മൗലിദിലുണ്ട്. അതിന് രക്ഷപ്പെടാനുള്ള വരി എവിടെ ഉണ്ട്? മങ്കൂസ് മൗലിദിലുണ്ട്. അതിന് നമ്മളിതൊന്നും ശ്രദ്ധിക്കണില്ലല്ലോ. നമ്മൾ മറ്റേ അച്ചങ്കായി പറഞ്ഞ മാതിരിയല്ലോ. ഓരോന്നിനും ഒരു ഭക്ഷണത്തിന് അതിൻ്റെ വിറ്റാമിൻ ഉണ്ട് അല്ലേ? മാങ്ങൻ്റെ രുചിയാണോ ചക്കക്ക്? അത് 2ൻ്റെ രുചിയാണോ വേറെ ഒന്ന് പഴത്തിന്? ഒക്കെ വ്യത്യസ്തമാണ്. എന്ന പോലെ ഓരോ ആയത്തുകൾക്കും ഓരോ ദിക്റുകൾക്കും ഓരോന്നിനും
അതിൻ്റേതായ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ചെറുപ്പത്തിൽ പഠിപ്പിക്കണം കുട്ടികളെ ഒപ്പം ഇരുത്തിയിട്ട്. അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ ആ വിശ്വാസം, ആ ആദർശം, ആ ആശയം അള്ളാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹുവേ, മാതാപിതാക്കൾ, മക്കൾ ഞങ്ങളെല്ലാം കുടുംബസമേതം നീ ഏറ്റെടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത്. റസൂലുള്ള മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കുൽ അമാമക്ക, മുൻഭാഗത്ത് നിന്ന് എടുത്ത് കഴിക്കുക, കുൽ ബി യമീനിക്ക, വലത്തെ കൈ കൊണ്ട് കഴിക്കുക, ഒക്കെ അപ്പപ്പോൾ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ്. ഇന്ന് നമ്മൾ കുട്ടികളോട് എന്താകണില്ല, പറയണില്ല എന്നുള്ളത് മാത്രമല്ല, പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ കുട്ടികളെ പറ്റി എന്താ പറഞ്ഞത്? പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ മുതിർന്ന തലമുറ തീരുമാനിക്കല്ലേ. കുട്ടികളൊക്കെ വളരെ റെഡിയാവും. പക്ഷെ എന്ത് വേണം? പറയണ മാതിരി പറയണം. ഒരു വാപ്പ കുട്ടിനോട് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, മുണ്ടാ നിന്നു, എന്നെ ഞാൻ പാഠം പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഏട്ടനും അഞ്ചനും കൂടിയിട്ട് വാപ്പാനോട് പറഞ്ഞു, വാപ്പാനെ ഞങ്ങൾ ബുക്ക് മുഴുവൻ വായിപ്പിച്ചെന്നാണ്. അപ്പം അതുകൊണ്ട് പാഠം പഠിപ്പിച്ചതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് വേണം? മോനേന്ന് വിളിക്കുക, ഒപ്പം കൂട്ടുക, മോളേന്ന് വിളിക്കുക, താലോലിക്കുക. അങ്ങനെ മക്കളെ ഏതും ശരിയാക്കിയെടുക്കാൻ പറ്റും. ഏതും ശരിയാക്കുക. ദേഷ്യം പിടിക്കലും അടിപിടി കൂടലും അതൊരു യോഗ്യതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുന്നു. ആ ചോറിൻ്റെ വാസന പിന്നെയും വന്നുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. ഒരു ബ്രോസ്റ്റിൻ്റെ വാസനയല്ലേ വരുന്നത് അല്ലേ? ഒരു ബ്രോസ്റ്റ്, ഒരു 65, അതിൻ്റെയൊക്കെ ഒരു വാസന ഇങ്ങനെ അല്ലേ. അപ്പം ഞാൻ നിങ്ങൾക്കൊരു താല്പര്യമുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കിട്ടിയിട്ട് നോക്കാം നമുക്ക് ഏതാണ്. അള്ളാഹു തആല ഖൈറും ബർക്കത്തും ഏറ്റി തരട്ടെ. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, നമ്മുടെ ഉമ്മാക്കും ബാപ്പാക്കും നമ്മൾ ചെയ്യുന്നത് കുട്ടികളിങ്ങനെ കണ്ടിട്ട് ഉമ്മാരൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ? വല്യന്മാരെ പറ്റി കഥ പറയണം, നല്ല കഥ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഥ പറയാം, സ്വഹാബാക്കളുടെ കഥ പറയാം. ഈ കുട്ടികളെ നല്ലത് പറഞ്ഞുകൊണ്ട് നമ്മളെ കൂടെ നിർത്തുക. ആ ഒരു കൂടെ നിർത്തിയിട്ട് നമ്മൾ കൊണ്ടുപോകുകയാണോ, നമ്മുടെ മക്കളൊക്കെ നല്ല ആദർശത്തിലേക്ക് വരും, യാതൊരു സംശയവുമല്ല. ഈ കോഴിക്കോട് പരിസരത്തുള്ള നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങളൊക്കെ ഈ കണ്ടത മടവൂർ ശേഖുന ഏറെ കാലം താമസിച്ച നാടാണിത്. ജിഫിരി തങ്ങന്മാർ വിശ്രമിക്കുന്ന സ്ഥലമാണിത്. ഷെയ്ഖ് മാമുക്കോയ തങ്ങൾ അവിടെയല്ലേ അപ്പവാണിപ്പ നേർച്ചടക്കൽ, അതിൻ്റെ സ്ഥലമാണിത്. അള്ളാഹു റബ്ബി, എത്രയധികം മഹാന്മാർ വിശ്രമിക്കുന്ന ഏരിയയാണ് ഈ കോഴിക്കോട്. ഇവിടെ ജനിച്ചിരിക്കുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, ഒക്കെ സുന്നി ആദർശത്തിൽ ഉറച്ച് വളരും. പക്ഷേ നമ്മൾ കുട്ടികൾക്ക് സുന്നി കാണിച്ചു കൊടുക്കുക, സുന്നി പഠിപ്പിച്ചു കൊടുക്കുക. സുന്നി ഇങ്ങനെ നമ്മൾ ആ സുന്നി ആദർശം നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ നിത്യം. അപ്പം നമ്മളെ വീട്ടിൽ 5 മക്കൾ ഖുർആൻ ഓതാൻ പഠിച്ചതുണ്ട്. 5 മക്കൾ ഖുർആൻ ഓതാൻ പഠിച്ചതുണ്ട്. വല്ല താമസമുണ്ടോ മാസം ഖത്തം തീർക്കാൻ? 3 മക്കൾ ഖുർആൻ ഓതാനുണ്ടെങ്കിൽ 40 ജുസ് ഓരിച്ചു കൊടുത്തു പോരെ. അല്ലാഹു റബ്ബി, മാസത്തിൽ നമ്മളെ വീട്ടിൽ ഖത്മു ദുആ, മാസത്തിൽ ഖത്മു ദുആ. ഉസ്താദന്മാരെ ഭക്ഷണം ഉണ്ടാവില്ലേ നമ്മളെ വീട്ടിൽ? ഉണ്ടാവില്ലേ? ഖത്തം ദ്വാരക്കണമെന്ന് ഉസ്താദന്മാരെ ഭക്ഷണം അന്നേക്കാണ് ആക്കുക. അല്ലാഹു റബ്ബി, ആ ഉസ്താദിനോട് നിന്ന് വരാനും പറയാം. എന്താ അതിൻ്റെ ഒരു സന്തോഷം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ചെയ്യണ കാര്യം തന്നെ ഓർഡറാക്കിയാൽ മതി. നമ്മൾ ഓതണ തന്നെ എന്താക്കിയാൽ മതി? ഓർഡറാക്കിയാൽ മതി. എന്നാൽ അതൊക്കെ കുട്ടികൾക്ക് പരിശീലിക്കാനും പകരാനും പറ്റും. ഈ രൂപത്തിൽ പകർത്തിയെടുത്തുകൊണ്ട് പോയി ഒരു ദിവസം അധികം ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും അധികം ജീവിച്ചാൽ അത് നമുക്കൊരു സമ്പാദ്യമാവണം. അതാണ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച രീതി അതാണ്. ആ ചൂടുവെള്ളക്കാരൻ ഒരു ഗ്ലാസും കൊണ്ട് പോയല്ലോ, ഓനെ പിന്നെ കാണാനില്ല. ഏതായാലും ഓനക്ക് അള്ളാഹ് ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന് ഖൈറ് നൽകണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ, നമ്മൾ ഒരു ദിവസം നമ്മൾ ജീവിച്ചാൽ, ഞാൻ ചോദിക്കട്ടെ നമ്മളോട്, കച്ചവടക്കാരന് ഒരു കച്ചവടം മതിയാക്കിയിട്ട് ലാഭം മതിയാക്കി നേരത്തെ പൂട്ടി പോകുന്ന ചരിത്രമുണ്ടോ? ഉണ്ടാവുമോ? ഒരു തുണിഷാപ്പുകാരുണ്ട്, ഒരു ദിവസം ഉച്ചക്കന്നെ അടച്ചു പോയിരുന്നു. എന്തേന്ന് ചോദിച്ചു, ലാഭം ഒക്കെ കിട്ടി മതിയായി, ഞാൻ നേരത്തെ അടച്ചു പോകും. അങ്ങനെ ഒരാളെ കണ്ടുക്കണം ഇല്ല. അതേ സമയത്ത് ഇത് നമ്മളെ ദുനിയാവിൻ്റെ ഒരു രീതിയാണ്. ഇതിൻ്റെ 10 ഇരട്ടി ആവേണ്ട ആഖിറത്തിലേക്ക്. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. നമ്മളുമ്മാർ, ഞാൻ എൻ്റെ സഹോദരിമാരോട് അല്പം കാര്യം പറയാണ്, ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. സഹോദരിമാരൊക്കെ നല്ല സഹോദരിമാരാണ്. അള്ളാഹു അവർക്കൊക്കെ റഹ്മത്ത് കൊടുക്കട്ടെ. നിങ്ങൾ ആമീനൊരു വയലിച്ച
നിങ്ങളെ പെങ്ങന്മാരും ഭാര്യമാരും ഒന്നും അല്ലേ ഇവിടെ ഉള്ളത്? അള്ളാഹു നമ്മളെ സഹോദരിമാർക്കൊക്കെ റഹ്മത്ത് ചെയ്യണേ അള്ളാഹ്, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. ശരി, നിങ്ങളെ കൂട്ടായിട്ടാണ് നിങ്ങളെ ആമീനൊരു കുറവില്ലേ? അത് ഞാൻ അത്ര ആലോചിച്ചിട്ടില്ല. കാരണം എന്താ അല്ലേ, നമ്മളെ ഭാര്യമാരും ഉമ്മമാരും നമ്മളെപ്പോഴും എന്താണ് പോലെ സന്തോഷിപ്പിച്ച് കൂടെ നിർത്തണം. പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് അവരെ നമ്മളെന്താക്കണം, സന്തോഷിപ്പിച്ച് കൂടെ നിർത്തണം. അതാണ് വിഷയം. ഞാൻ ആക്ഷേപം പറഞ്ഞാൽ ആർക്കെങ്കിലും പറ്റുമോ? ഞമ്മക്ക് പറ്റുമോ? ഇനി പെങ്ങൾക്ക് പറ്റുമോ? ആർക്കും പറ്റൂല. ആക്ഷേപം ഒരാളെ നന്നാക്കണതല്ല, കുറ്റപ്പെടുത്തൽ ഒരാളെ നന്നാക്കണതല്ല. ഇപ്പം എല്ലാത്തിനും ഏതാണ്? പോസിറ്റീവിൻ്റെ കാലമാണ്. ഏതില്ല നെഗറ്റീവില്ല. ഇപ്പം നമ്മൾ മാത്രമല്ല, നെഗറ്റീവ് പറഞ്ഞാൽ ഇപ്പം കേസും കൂടിയാണ്. വയസ്സന്മാർ ഇന്നിപ്പോൾ പറയാൻ പാടില്ല, വയസ്സന്മാർ എന്നല്ല പറയുക, വൃദ്ധന്മാർ. ഇപ്പം നമ്മളെ കേരളത്തിൽ എത്ര വൃദ്ധസദനം ഉണ്ട്? അതിൻ്റെയൊക്കെ പേര് മാറ്റി. നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ പേര്? വൃദ്ധസദനത്തിൻ്റെ ഒക്കെ പേര് മാറ്റി. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ അത് അയാളൊരു ആക്ഷേപിക്കലാണ്. വയസ്സൻ എന്ന് പറഞ്ഞാൽ അത് അയാൾക്കൊരു കുറച്ചിലാണ്. വൃദ്ധരൊക്കെ മാറ്റി, വൃദ്ധസദനങ്ങളൊക്കെ സ്നേഹതീരമാക്കി മാറ്റി. വൃദ്ധസദനങ്ങളൊക്കെ എന്തായി? സ്നേഹതീരം എന്നാക്കി മാറ്റി. നല്ല കേൾക്കാൻ ചോർക്കുണ്ടോ അല്ലേ? അവിടെയാണ് യതീം മക്കൾ എന്നിപ്പോൾ നമ്മൾ എന്താകല്ല പറയലില്ല. അതാ കുട്ടിക്കൊരു കുറച്ചിലാണ്, ആ കുട്ടിക്കൊരു കുറച്ചിലാണ്. മനസ്സിലായോ? പിന്നെന്താ, വൃദ്ധന്മാർക്കൊക്കെ ഉള്ള പേര് മാറി. സീനിയർ സിറ്റിസൺ. എന്താണ് സീനിയർ സിറ്റിസൺ? മുസ്ലിം ജമാഅത്തൊക്കെ വയസ്സന്മാരുതാണ് എന്ന് ആരോ പറഞ്ഞു. ഓൽക്കൊരു വിവരമില്ലായിട്ട് പറയണം. മുസ്ലിം ജമാഅത്തൊക്കെ ആരുതാണ്? അത് മുതിർന്ന തലമുറക്കാണ്. ആർക്കാണ്? അതെ, മുതിർന്ന തലമുറ. അതാണ് ഇപ്പോഴത്തെ പ്രയോഗം, മുതിർന്ന തലമുറ. മനസ്സിലായോ? ഇളം തലമുറയുണ്ടാകും, മുതിർന്ന തലമുറയുണ്ടാകും, യുവതലമുറയുണ്ടാകും. അപ്പം മുതിർന്നത് എന്ന് പറയുമ്പോൾ ഒരു ഉഷാറുണ്ടോ അല്ലേ? ഏതിലും ഇപ്പം അതാണ് കാലഘട്ടം. പേരൊക്കെ എല്ലാത്തിൻ്റെ മാറിയിരിക്കണേ. അല്ലാ, നമ്മൾ പാപ്പാരും അധ്യാപകരും ഒക്കെ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ ബാത്റൂം എന്നുള്ള പ്രയോഗം പോയല്ലോ. ഇപ്പോൾ വലിയ വലിയ സ്ഥലത്തൊക്കെ ചെന്നാൽ ഏതാ റൂം? വാഷ്റൂമൊക്കെ മാറി, ടോയ്ലറ്റും ബാത്റൂമൊക്കെ പോയി. ഇപ്പം എവിടെ എത്തി? വാഷ്റൂമെന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏതിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്? വാഷ്റൂമെന്നും മാറിയിട്ട് എവിടേക്ക് പോയി? ഗസ്റ്റ് റൂം എന്നപ്പോൾ പറയും. റെസ്റ്റ് റൂം. ഏത് റൂം? റെസ്റ്റ് റൂം. കാരണം ക്ലോസറ്റൊക്കെ ഏതായി മാറി? യൂറോപ്യനായി മാറി അല്ലേ? അപ്പോൾ അധികം ആളും രാവിലെ മനോരമ പേപ്പറുമായിട്ടാണ് പോകുകയാണ് എവിടേക്ക്? റെസ്റ്റ് റൂം. കാക്കത്തിൽ വായിച്ചിട്ടൊക്കെ ഇങ്ങനെ പോന്നാൽ മതി. അപ്പോൾ ആ ടോയ്ലറ്റ് പോയി, ബാത്റൂമിൽ പോയി, വാഷ്റൂമായി. വാഷ്റൂമും ഇപ്പോൾ എവിടേക്ക് പോയി? റെസ്റ്റ് റൂമിലേക്ക് പോയി. അതാണ് കാലം, അതാണ് കാലം. ഇപ്പോൾ ഒരു തോന്നിയാസം ചെയ്ത ഒരു പെണ്ണിനെ വ്യഭിചാരം ചെയ്തിരിക്കുന്ന ഒരാൾ ഏതെന്ന് പറയാൻ പറ്റൂല, വേശ്യ എന്ന് പറയാൻ പറ്റൂല, വ്യഭിചാരം എന്ന് പറയാൻ പാടില്ല. അതൊക്കെ പേര് മാറി നല്ല പേരാക്കിയില്ല. അപ്പോൾ ഇതിനൊക്കെ ലൈംഗിക തൊഴിലാളി, അതാണ് എൻ്റെ പട്ടം. ഈ പേര് മാറ്റത്തിന് എന്തും കൂടി ഉണ്ട്, ദുശ്ചെയ്തികളെ നന്നാക്കലും കൂടി വരുന്നുണ്ട്. അള്ളാഹു കാക്കട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ മക്കളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠനത്തിൻ്റെ രീതി നമ്മൾ പഴയത് തന്നെ പറയാൻ നിന്നിട്ട് കാര്യമില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിലൊരു വിരുന്നുകാരൻ വന്നാൽ നമ്മൾ പറയും, പിന്നെ കഞ്ഞി കുടിച്ചിട്ട് പോകാറ്. നിങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു പഴയ കാലത്ത്? പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറ് വെച്ചിട്ട് പോകാതെ നമ്മളെന്ത് പറയും? ചോറ് വെച്ചിട്ട് പോകാറ് അല്ലേ? ഇപ്പോൾ നമ്മൾ പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ എന്തായി? ഭക്ഷണം കഴിച്ചിട്ട് പോകാറ് അല്ലേ? ഇപ്പം ആരെങ്കിലും ചോറ് പറയലുണ്ടോ? പുതിയ തലമുറയിലെ കുട്ടികൾ ചോറ് പറയോ? ഇല്ല. ഭക്ഷണം പറയോ? ആഹാരം പറയോ? കുട്ടികളൊക്കെ ഏതാ പറയണത്? കുട്ടികളൊക്കെ ഏതാ പറയണത്? കുട്ടികളൊക്കെ ഒക്കെ എന്തായി? ഫുഡ് കഴിച്ചോന്ന് ചോദിക്കാം. എന്ത് കഴിച്ചോന്ന് ചോദിക്കാണ്? അല്ലാ, ഞാനെൻ്റെ പെരീന്ന് കുട്ടികളോട് മക്കളെയൊക്കെ ഫുഡ് കഴിച്ചോ ചോദിച്ചു. ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മോളെ കുട്ടിയുണ്ട് 4 വയസ്സായ, ഓൻ്റെ അടുത്ത് ചെവിയിൽ വന്നിട്ടാണ് ഇപ്പപ്പാ ഫുഡ് നല്ല ഫുഡ്. നമ്മൾ പറയുമ്പോൾ ഏത് പറയാണ്? നമ്മളെന്താ പറയണത്? ഫുഡ് കഴിച്ചോ എന്നാണ് ചോദിക്കണത്. അത്ര ശ്രദ്ധ കൂട്ടണ്ട. അപ്പം എന്നോട് ചെവിയിൽ വന്നിട്ടാണ് ഇപ്പപ്പാ ഫുഡ് നല്ല ഫുഡ്. നമ്മളെ ചെറിയ മക്കൾ ഏത് പറയും? അപ്പം നമ്മളിപ്പോഴും ഏത് തന്നെ ചോറ് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കൊണ്ട് കുട്ടികളൊക്കെ എവിടെ എത്തിക്കണേ? അപ്പം നമ്മൾ ഓർക്കണ്ടേ ആരാ മാറേണ്ടത്? ഇവിടെ മാറ്റം വരുത്തേണ്ടത് ആരാ?
കുട്ടികളെ പഠനത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാകുക. അല്ലാതെ ഞാൻ ഇതെന്നെ പറയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഉണ്ടോ? എൻ്റെ അടുത്തുണ്ട്. ഇപ്പോഴാണ് എനിക്കൊരു നല്ല മൊബൈലാണ്. മുമ്പിൻ്റെ അടുത്ത് ചെറിയ മൊബൈലാണ്. അതിൽ പച്ച വിളിച്ചാണ് പോകും, ചുവപ്പ് നോക്കി അവിടെ നിൽക്കും അല്ലേ. എൻ്റെ ആ ഫോൺ ഇപ്പം നാൾ വിളിച്ച് നോക്കുമ്പം ഇങ്ങോട്ട് പറഞ്ഞാൽ സൗണ്ട് കേൾക്കണില്ല, അങ്ങോട്ട് വിളിച്ചാൽ പോണുമില്ല. അപ്പം എൻ്റെ ചെറിയ കുട്ടീൻ്റെ ഇതിങ്ങനെ കണ്ട് ഞാൻ ഇടങ്ങാറാകണേ കണ്ടുങ്ങാണ്ട് എന്നോട് പറഞ്ഞു അപ്പോൾ ആ ഫോൺ തരുന്നോ. എന്താ എനിക്ക് തന്നിട്ട് കാര്യം, നിങ്ങളതിന് കാട്ടുന്നതാണ് വാങ്ങി. വാങ്ങിയിട്ട് ഇനിയൊന്ന് വിളിച്ച് നോക്കിയാൽ അപ്പോൾ ആലോ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ശരിയായി. നല്ല മട്ടത്തിൽ ഞാൻ ഫോൺ ചെയ്തു. ഞാനിങ്ങനെ ഫോൺ ചെയ്തും കൊടുക്കുമ്പോൾ കുറച്ച് അപ്പുറത്ത് നിന്നാണ് എന്നോടൊന്ന് ചിരിച്ചു. അതാ എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. അതാണ് സഹിക്കാൻ കഴിയാത്തത്. എൻ്റെ മോനായതുകൊണ്ടാണ് ഞാൻ ചിരി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അതിന് ഏതെന്നാണ് പറയേണ്ടത്? അതിന് ഇളി എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് എല്ലാ വാപ്പാരും ഉമ്മാരും ഒന്ന് ഓർക്കുക, കുട്ടികളെ മുമ്പിൽ കുറച്ച് നമ്മളും പഠിക്കുക. നമ്മൾ ചെറിയൊരു പഠനത്തിന് തയ്യാറാകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളൊന്നിങ്ങനെ നോക്കാഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് തന്നിട്ട് എനിക്ക് നിർത്തി പോകും വേണ്ട. അപ്പോൾ അല്ലാഹു തആല ഖൈർ തരട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ നോക്കിയും കുട്ടികളെ എങ്ങനെയാണ് വളർത്തിയത്. ഒന്ന് നമ്മൾ പഠിക്കല്ലോ. ഇത് ഞാൻ പറഞ്ഞതൊരു ഇല്ലാത്തതല്ല. ഒരിക്കൽ നോക്കി നിങ്ങൾ നബിതങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പം ആ വീട്ടിലെത്തി റസൂലുള്ള വിശ്രമിക്കാനില്ല. അപ്പോഴേക്കൊരാൾ അന്വേഷിച്ചു വന്നു. ഞമ്മക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പം മൂപ്പര് അവിടെ ഉണ്ട്, വേഗം പോയി നോക്കിയെന്ന് പറയും. നമ്മൾ AP ഉസ്താദ് ബാംഗ്ലൂരിൽ നിന്ന് വന്നിക്കണം, ഇപ്പം പോയിക്കോ എന്നാൽ കാണാം. ഉസ്താദിനൊന്ന് ബാത്റൂമിൽ പോകാണ്ട്, ഒന്ന് വിശ്രമിക്കാണ്ട്, ഒന്ന് ക്ഷീണം മാറ്റാണ്ട്, ഉസ്താദിനെ കാത്തവിടെ ഉദ്യോഗസ്ഥന്മാർ, ഇതൊന്നും നമ്മൾ ആലോചിക്കൂലേ. നമ്മളേതാണ് നമുക്ക് നമ്മളെ കാര്യം നടക്കണം. പോകൂലേ. റസൂലുള്ള ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരാൾ കാണാൻ വന്നു. നബിതങ്ങൾ അകത്തേക്കാണ് പോയതുള്ളൂ. അപ്പോൾ ഒരാൾ വന്നിട്ട് പുറത്തുനിന്ന് വിളിച്ചു. നബിതങ്ങൾ പുറത്തേക്ക് വന്നില്ല. നമ്മളെ നാട്ടിലാണ് വെച്ചാൽ എന്താ ചെയ്യുക? നമ്മൾ ഒരു വീട്ടിൽ പോയി ബെല്ലടിച്ചാൽ കാത്തു നിൽക്കുമോ? ഒരു ബെല്ലടിച്ചു, അപ്പം തന്നെ രണ്ടാമത് അടിക്കൂലെ. ഒന്നടിച്ചു, അപ്പം തന്നെ രണ്ടാമത്തത്, അപ്പം തന്നെ മൂന്നാമത്തത്, അപ്പം തന്നെ നാലാമത്തത്. അല്ലാ, നമ്മൾ നിർത്തൂല. നാളെ ഒരു പരിയിൽ ഒരു കാറിൽ ആൾക്കാർ മുറ്റത്ത് പോയി ഇറങ്ങി ബെല്ലടിച്ച് ആരും വരുന്നില്ല. രണ്ടാമതടിച്ച്, മൂന്നാമതടിച്ച്, നാലാമതടിച്ചിങ്ങാണ്ട് ഇങ്ങനെ ആ സ്വിച്ചുമ്മൽ ഇങ്ങനെ നെക്കിയാണ് പിടിച്ചു, ക്രൂതാണ്. അപ്പം അകത്തുനിന്ന് ഒരു ചെറിയ കുട്ടി വന്ന് വാതിലിങ്ങനെ തുറന്നു. അപ്പം ഈ വന്ന ആൾക്കാർക്ക് ദേഷ്യം പിടിച്ചു. ഈ ഏറൊക്കെ എറിഞ്ഞിട്ട് കണ്ണിയാങ്ങിയാ വീണതെന്ന് വെച്ചു. അല്ലാഹ്, അതെങ്കിൽ ഞമ്മക്കിതങ്ങ് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി ഒരാളെ വീട്ടിലേക്ക് റസൂലുള്ള വിളിച്ചാൽ 4 റക്അത്ത് നിസ്കരിക്കണ സമയം കഴിഞ്ഞിട്ടേ രണ്ടാമത് വിളിക്കുള്ളൂ. ഒരു വീട്ടിൻ്റെ അകത്ത് നിസ്കരിക്കണുണ്ടാവും, ഒരു വീട്ടിനകത്ത് ബാത്റൂമിൽ പോയിണ്ടാവും, ഒരു വീട്ടിലെന്തുണ്ടാകും, ഒരു വീട്ടിലേക്ക് കുട്ടികളെ കുളിപ്പിക്കണുണ്ടാകും, ഒരു വീട്ടിൽ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്, എന്നാൽ തന്നെ വേഗമാണ് കയറി ചെല്ലാൻ പാടുണ്ടോ? നമ്മളെ വീട്ടിൻ്റെ പുറത്തൊരു കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, അതിനെന്താ പറയുക? സിറ്റ് ഔട്ടിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ട്. എന്താ അതിൻ്റെ അർത്ഥം? സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക, ഔട്ട് എന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ട്, പുറത്ത് കുറച്ച് ഇരിക്കുക. ഇതാരോടാ? ഔത്തുള്ളവരൊക്കെ പുറത്തിറങ്ങിയിരിക്കാനാണോ അത്? പിന്നെന്താ? പുറത്തുനിന്ന് വരുന്നവരോട് ഓടിന് കയറണ്ട, സിറ്റ് ഔട്ട്, കുറച്ചവിടെ ഇരിക്കുക. വാതിൽ തുറക്കേണ്ട സമയത്ത് തുറക്കും, എന്നിട്ടൊന്ന് കയറിയാൽ മതി. അതിനാണ് സിറ്റ് ഔട്ട്. അന്തം വിട്ടുകാണ് സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കി തന്നാൻ പറ്റുമോ? എന്താ സിറ്റ് ഔട്ട്? എഞ്ചിനീയർ സിറ്റ് ഔട്ട് പറഞ്ഞാൽ നമ്മളാണ് സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ മതിയോ? അത് വരുന്നവനോട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, ഒന്ന് ബെല്ലടിച്ചു, കുറച്ച് നേരം അവിടെ ഇരിക്കുക. സിറ്റ് ഔട്ടിൽ 2 കസേരയും അല്ലെങ്കിൽ ഒരു ചെയറും എന്തുണ്ട്, ഒരു ഫാനും ഒക്കെ ഉണ്ട്. അവിടെ ഇരിക്കാൻ ആരും സമ്മതം വേണ്ട, അത് ഇരിക്കാനായിട്ട് വെച്ചതാണ്. അവിടെ ഇരിക്കുക, തുറക്കുമ്പോൾ കയറിയാൽ മതി. എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ പോലും ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മകൻ്റെ ഭാര്യയുണ്ട്. ഞാനവിടെ ഇല്ലാത്തപ്പോൾ മോനും അവിടെ അല്ല, ഞാനും അവിടെ അല്ല. സ്വാഭാവികമായിട്ടും 2 പെണ്ണുങ്ങളാണ് അല്ലേ? ഓള് ചെറിയ കുട്ടിന് എന്തുണ്ടാകും? കാലിൻ്റെ തുടമ കടത്തിയിട്ട് എണ്ണ വെച്ച് കൊടുക്കേ, ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. പാഞ്ഞാണ് കയറിയാൽ പറ്റുമോ? വാപ്പയെന്ന് വെച്ചിട്ട് കാണാൻ പാടില്ലാത്ത കാണാൻ പറ്റുമോ? സിറ്റ് ഔട്ട്, കുറച്ച് നേരം അവിടെ ഇരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിളി വിളിച്ചാൽ 4 റക്അത്ത് നിസ്കരിക്കണ സമയം കഴിഞ്ഞിട്ടേ രണ്ടാമത് വിളിക്കുള്ളൂ. അതാണ് ഒരു മര്യാദ, അഖ്ലാഖുദ്ദീൻ, പെരുമാറ്റശാസ്ത്രം. അപ്പം ഈ സ്വഹാബിക്ക് നേരെ മൂപ്പരെന്തായി വിളിച്ചു? റസൂലുള്ള വരുന്നത് കാണാത്തപ്പോൾ മൂപ്പര് ഈ ഈത്തപ്പനയുടെ ഓല കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ വീടാണോ, ആ ഓലൻ്റെ അടിയിൽ കൂടെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കി. അപ്പം അയാളൊരു അത്യത്ഭുതം കാണുകയാണ്. എന്താ അത്യത്ഭുതം കാണുന്നത്?
എന്താ കാണുന്നത്? റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ 3 ചെറിയ കുട്ടികളുണ്ട്. ഖദീജ ഫാത്തിമ ബീവിൻ്റെ 2 കുട്ടികൾ, പിന്നെ മൂത്ത മോളുണ്ടേന് സൈനബ് വഫാത്തായപ്പോൾ ഒരു കുട്ടി. അപ്പം 3 ചെറിയ മക്കൾ ഇവിടെ ഉണ്ട്. റസൂലുള്ളാഹിൻ്റെ വീട്ടിലുണ്ട് പേരമക്കൾ 3 ആൾ. ഈ റസൂലുള്ള യാത്ര കഴിഞ്ഞ് വന്നതാ. മുത്തുനബി ആ കുട്ടികളെ കളിപ്പിക്കുകയാണ്. എങ്ങനെ കളിപ്പിക്കണത്? ഇയാളിങ്ങനെ അത്ഭുതം കാണുകയാണ്. എങ്ങനെ? റസൂലുള്ള അങ്ങനെ സുജൂദ് കിടക്കണ മാതിരി 2 കൈയും മുട്ടുംകാലും കുത്തിയിട്ട് റസൂലുള്ള സുജൂദിൽ ഇങ്ങനെ നിൽക്കുക. 2 കുട്ടികൾ റസൂലുള്ളാഹിൻ്റെ മുതുകിൽ കയറി ഇരുന്നിക്കണ്. 2 കുട്ടികൾ മോട്ടർമ്മക്കാരൻ്റെ മാതിരി എവിടെ കയറി ഇരുന്നിക്കണ്? റസൂലുള്ളാഹിൻ്റെ പുറത്ത് കയറി ഇരുന്നിക്കണ്. 3ാമത്തെ കുട്ടിയും കൂടി കയറാൻ ഇങ്ങനെ നോക്കുകയാണ്. ഇതാണ് ആര് കാണുന്നത്? പുറത്തുനിന്ന് വന്ന ആൾ കാണുന്നത് നബി മുഹമ്മദ് മുസ്തഫ. മുത്ത് നബി കുട്ടികളെ വളർത്തിയത് കണ്ടങ്ങൾ? മുത്ത് നബി കുട്ടികളോട് കാണിച്ച വാത്സല്യം കണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ കുട്ടികൾക്കൊപ്പം, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ കുട്ടികളൊപ്പം വല്യപ്പ നിൽക്കണം, കുട്ടികളൊപ്പം വാപ്പ നിൽക്കണം. ഞാൻ എൻ്റെ മോൻ്റെ കുട്ടിനെ അങ്ങേയറ്റം കളിപ്പിച്ച് താലോൽപ്പിച്ച് നിൽക്കുമ്പോഴാണ് ഓൻ വരുന്നത്. ഈ കുട്ടിനെ കേൾക്കാൻ എന്നോട് പറഞ്ഞു, ഇവനെ കേടെടുത്തുന്നത് നിങ്ങളാണ്. അപ്പോൾ ഓനിക്ക് പേര് പറ്റിയിട്ടില്ല. ഞാൻ ഇങ്ങനെ അധികം കളിപ്പിക്കണത് പറ്റിയില്ല. ഉദാഹരണം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ തന്നെയല്ലേ നമ്മളെ പ്രയോഗം? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കുട്ടികളെ മനസ്സ് കുട്ടി മനസ്സ് തന്നെയാണ്. അവനെ നമ്മളെ മനസ്സിൻ്റെ ഒപ്പം നിർത്തണമെങ്കിൽ ഉമ്മാരും ബാപ്പാരും ഒക്കെ എന്ത് ചെയ്യണം? കുട്ടികളെങ്ങനെ കൂടെ നിർത്തിയിട്ട് ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഉമ്മ അമ്മിഞ്ഞപ്പാൽ കൊടുക്കുമ്പോൾ തന്നെ ബിസ്മി ഉറക്ക ചൊല്ലി. ഉമ്മ അമ്മിഞ്ഞപ്പാൽ കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു? ബിസ്മി ഉറക്ക ചൊല്ലി. പിന്നെ കുട്ടി കുടിക്കണുണ്ടോ? ബിസ്മി ചൊല്ലും. ഉമ്മ കുടിച്ചു കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ ചൊല്ലി, കുട്ടി അൽഹംദുലില്ലാ ചൊല്ലും. ഉമ്മ തൊട്ടിലിട്ടുകൊണ്ട് താരാട്ട് പാടിയപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, കുട്ടിയും ചൊല്ലും. ഇപ്പം നമ്മൾ ചൊല്ലുണ്ടോ? എന്നാ തിരക്കുള്ള കുട്ടികൾ നന്നാവും ചെയ്യും. ഏത് വിഷയവും ചെറിയ പ്രായത്തിൽ കുട്ടികൾക്കൊപ്പം നിന്നുകൊണ്ട് പരിശീലിപ്പിക്കുന്നുണ്ടോ മാറ്റം വരും. മക്കളെ കുറ്റപ്പെടുത്തല്ലേ, മക്കളെ ആക്ഷേപിക്കല്ലേ. ഇന്ന് നമ്മളെല്ലാവരും ഒറ്റയടിക്ക് പറയാണ് ഇപ്പോഴത്തെ മക്കളൊക്കെ കണക്കന്നെ. അങ്ങനെ പറയരുത്. മക്കളൊക്കെ നല്ല കുട്ടികൾ. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. അള്ളാഹുവെ മക്കളെ കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളെ കൊണ്ട് മക്കൾക്കും നീ ഇസ്സത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ.